ക്രിസ്തുവിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞ എൻ്റെ എല്ലാ സഹോദരീ സഹോദരന്മാർക്കും സോൾഫുൾ സ്ക്രിപ്റ്റേഴ്സ് എവറിഡേയിലേക്ക് സ്നേഹത്തോടെ സ്വാഗതം. നമ്മൾ ഒരുമിച്ച് ദൈവവചനം പഠിക്കുമ്പോൾ അതിന്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുമ്പോൾ കർത്താവിന്റെ വലിയ സാന്നിധ്യം നമ്മോടൊപ്പം ഉണ്ടാകട്ടെ. തീർച്ചയായും. ഇന്ന് നമ്മൾ ഉൽപ്പത്തി പുസ്തകം 30-ാം അധ്യായത്തിലേക്കാണ് കടന്നുപോകുന്നത്. അതെ, ഉൽപ്പത്തി 30. കഴിഞ്ഞ അധ്യായം, അതായത് 29, എങ്ങനെയാണ് അവസാനിച്ചത് എന്ന് ഓർക്കുന്നുണ്ടോ? ലേയുടെ ഒരു വലിയ സ്തുതിയോടെയാണ്, അല്ലേ? ശരിയാണ്. യൂദായെ പ്രസവിച്ചപ്പോ അവൾ പറഞ്ഞു, ഇപ്രാവശ്യം ഞാൻ യഹോവയെ സ്തുതിക്കും. അതെ. എന്നാൽ 30-ാം അധ്യായം തുടങ്ങുന്നത് എന്താ പറയുക, തികച്ചും വ്യത്യസ്തമായ ഒരു വൈകാരികാവസ്ഥയിലാണ്. ഒരു വലിയ കോൺട്രാസ്റ്റാണ് അവിടെ. ശരിയാണ്, ഒരു വലിയ വൈരുദ്ധ്യം. യാക്കോബിന്റെ പ്രിയപ്പെട്ട ഭാര്യ റാഹേൽ, അവളുടെ ഹൃദയം തകർന്നുള്ളൊരു നിലവിളിയാണ് നമ്മൾ ആദ്യം കേൾക്കുന്നത്. എന്താണ് അവൾ പറയുന്നത്? എനിക്ക് മക്കളെ തരേണം, അല്ലെങ്കിൽ ഞാൻ മരിക്കും. അത്രയ്ക്കും തീവ്രമായൊരു വേദന. കാരണം സഹോദരിയായ ലേയക്ക് മക്കൾ ഒന്നിനു പുറകെ ഒന്നായി ജനിക്കുന്നു. അതെ, താൻ മാത്രം വന്ധ്യയായിരിക്കുന്നു. ആ ഒരു യാഥാർത്ഥ്യം അവളെ ശരിക്കും വേദനിപ്പിച്ചിട്ടുണ്ടാകണം. തീർച്ചയായും. ആ കാലഘട്ടത്തിലൊരു സാഹചര്യം നമ്മൾ ഓർക്കണം. ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം മക്കളില്ല എന്നത് അതൊരു വലിയ കുറവായിട്ടാണ് കണക്കാക്കിയിരുന്നത്. ഒരു സാമൂഹികമായ അപമാനം പോലെയല്ലേ? അതെ, ഒരു പക്ഷേ ദൈവത്തിന്റെ ഒരു അപ്രീതിയുടെ ലക്ഷണം പോലുമായിരിക്കാം ആളുകൾ കണ്ടിരുന്നത്. യാക്കോബിന് റാഹേലിനോട് അത്രയധികം സ്നേഹമുണ്ടായിട്ടും ആ ഒരു ശൂന്യത അവളെ വല്ലാതെ അലട്ടി. അവളുടെ വാക്കുകൾ തന്നെ, അല്ലെങ്കിൽ ഞാൻ മരിക്കും, അതൊരു വെറും ആഗ്രഹമല്ല, നിലനിൽപ്പിനായുള്ള ഒരു പോരാട്ടം പോലെയാണ്. ശരിക്കും. അതേസമയം ലേയുടെ അവസ്ഥയോ, ഭർത്താവിന്റെ സ്നേഹം ഒരുപക്ഷെ റാഹേലിനോളം കിട്ടിയില്ലായിരിക്കാം. പക്ഷേ ദൈവം അവളുടെ ഗർഭപാത്രം തുറന്നു. റൂബേൻ, ഷിമിയോൻ, ലേവി, യഹൂദ, തുടർച്ചയായിട്ട് ഓരോ കുഞ്ഞിന്റെ ജനനവും ഒരു വശത്ത് ലേയ്ക്കൊരു തരം അംഗീകാരം കിട്ടുന്നത് പോലെ തോന്നിയിരിക്കാം, മറുവശത്ത് റാഹേലിന് അത് അവളുടെ ദുഃഖം കൂട്ടുകയായിരുന്നു. ഈ ഒരു സാഹചര്യം ആ വീട്ടിലൊരു തരം മത്സരത്തിന് വിത്തിട്ടില്ലേ? തീർച്ചയായും. ഒരു മത്സരബുദ്ധി അവിടെ ഉടലെടുക്കുന്നത് നമുക്ക് കാണാം. റാഹേലിന്റെ പ്രതികരണം നോക്കൂ. അവൾ ദൈവത്തിൽ ആശ്രയിച്ച് ക്ഷമയോടെ കാത്തിരിക്കുന്നതിന് പകരം അവൾ കാര്യങ്ങൾ സ്വന്തം കയ്യിലെടുക്കാൻ നോക്കുക. അതെ, തന്റെ ദാസിയായ ബിൽഹയെ യാക്കോബിനു ഭാര്യയായി നൽകുന്നു. എന്തൊരു തീരുമാനം! അവൾ പറയുകയാണ്, അവൾ എന്റെ മടിയിൽ പ്രസവിക്കട്ടെ, അവളാൽ എനിക്കും മക്കൾ ലഭിക്കട്ടെ. ഇത് ശരിക്കും സങ്കീർണമായൊരു മനുഷ്യന്റെ തന്ത്രമാണ്. ഇത് കേൾക്കുമ്പോൾ സാറായുടെയും ഹാഗാറിന്റെയും കഥ ഓർമ്മ വരുന്നു, അല്ലേ? തീർച്ചയായും. സ്വന്തം നിലയ്ക്ക് ദൈവത്തിന്റെ വാഗ്ദാനങ്ങളെ സഹായിക്കാൻ ശ്രമിക്കുമ്പോൾ അതിന്റെ പ്രത്യാഘാതങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. റാഹേൽ ശരിക്കും ആഗ്രഹിച്ചത് ഒരു കുഞ്ഞിനെ മാത്രമായിരുന്നോ, അതോ ലേയോടുള്ള മത്സരത്തിൽ ഒരു വിജയം കൂടിയായിരുന്നോ? ഒരു പക്ഷേ രണ്ടാമത്തേതിനും വലിയ പ്രാധാന്യമുണ്ടായിരുന്നു. ബിൽഹ പ്രസവിച്ചപ്പോൾ മകൻ എന്ത് പേരാണിട്ടത്? ദൻ. ന്യായം നടത്തി എന്നാണതിന്റെ അർത്ഥം. അതെ, ദൈവം എന്റെ അന്യായം തീർത്തു, എന്റെ അപേക്ഷ കേട്ടു എന്നവൾ പറയുന്നു. ഇത് പൂർണ്ണമായും ദൈവത്തിലുള്ളൊരു വിശ്വാസ പ്രഖ്യാപനമായിരുന്നോ, അതോ തന്റെ മത്സരബുദ്ധിയെ ന്യായീകരിക്കുന്ന ഒന്നായിരുന്നോ? അത് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. ഒരുപക്ഷെ രണ്ടും കലർന്നിട്ടുണ്ടാകാം. അടുത്ത മകൻ ജനിച്ചപ്പോൾ നഫ്താലി. അതെ, നഫ്താലി. അപ്പോൾ അവൾ പറയുന്നത് കൂടുതൽ വ്യക്തമാണ്. എന്റെ സഹോദരിയോട് ഞാൻ വലിയൊരു പോർ പൊരുതു ജയിച്ചുമിരിക്കുന്നു എന്നാണ്. അപ്പോ മത്സരം വളരെ പ്രകടമാണവിടെ. വളരെ വ്യക്തമാണ്. ഈ കുഞ്ഞുങ്ങൾ അവർ സ്നേഹിക്കപ്പെടുന്നതിനേക്കാൾ ഈ രണ്ട് സഹോദരിമാർ തമ്മിലുള്ള ഒരു അധികാര വടംവലിയിലെ കരുക്കളായി മാറുന്നൊരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. പക്ഷെ ലേയും വിട്ടുകൊടുക്കുന്നില്ല, അല്ലെ? റാഹേലിന്റെ ഈ നീക്കം കണ്ടപ്പോൾ, തനിക്ക് പ്രസവം തൽക്കാലം നിന്നു എന്ന് കണ്ടപ്പോൾ, ലേയും അതേ തന്ത്രം പ്രയോഗിച്ചു. തന്റെ ദാസിയായ സിൽപ്പയെ യാക്കോബിന് നൽകി. അവളും ഈ മത്സരത്തിൽ പിന്നോട്ടു പോകാൻ തയ്യാറല്ലായിരുന്നു. അല്ലായിരുന്നു. സിൽപ്പ പ്രസവിച്ച ആദ്യത്തെ മകന് ലേയ ഗാദ് എന്ന് പേരിട്ടു. ഗാദ്, അതിന്റെ അർത്ഥം ഭാഗ്യം എന്നോ സൈന്യം വരുന്നു എന്നോ ഒക്കെ വ്യാഖ്യാനിക്കാം. ഒരുപക്ഷെ അവൾ ചിന്തിച്ചത് തനിക്കിപ്പോൾ ഒരു പുതിയ സൈന്യം കിട്ടി, റാഹേലിനെതിരെ പോരാടാൻ കൂടുതൽ ശക്തിയായി എന്നായിരിക്കാം. അടുത്ത മകനോ? ആശേർ. അപ്പോൾ അവൾ പറയുന്നു, ഞാൻ ഭാഗ്യവതി, സ്ത്രീകൾ എന്നെ ഭാഗ്യവതി എന്ന് വാഴ്ത്തും. വീണ്ടും ആ ഒരു അംഗീകാരത്തിനും പ്രാധാന്യത്തിനും വേണ്ടിയുള്ള ദാഹം അവിടെ കാണാം. ഈ പേരുകളും ആ സാഹചര്യങ്ങളും ഒക്കെ വെച്ച് നോക്കുമ്പോൾ ആ വീട്ടിലെ ഒരു അന്തരീക്ഷം എന്തായിരുന്നിരിക്കും? അസൂയ, മത്സരം, വേദന, അംഗീകാരത്തിനു വേണ്ടിയുള്ളൊരു നിലവിളി. ശരിക്കും ഒരു കലുഷിതമായ അന്തരീക്ഷം. എന്നാൽ ഈ മാനുഷിക ബലഹീനതകൾക്കും തന്ത്രങ്ങൾക്കും നടുവിൽ ദൈവം ഇവിടെയായിരുന്നു.
അവിടുന്ന് ഇതൊന്നും കാണുന്നുണ്ടായിരുന്നില്ലേ? അതൊരു നല്ല ചോദ്യമാണ്. ദൈവം നിശ്ശബ്ദനായിരുന്നുവോ? ഒരിക്കലുമല്ല. അതാണ് ഈ അധ്യായത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട, ഏറ്റവും മനോഹരമായൊരു സത്യം. മനുഷ്യൻ അവനവന്റെ പദ്ധതികളുമായി മുന്നോട്ടു പോകുമ്പോഴും ദൈവം തന്റെ വലിയ പദ്ധതി, തന്റെ പരമാധികാര പദ്ധതി നിശ്ശബ്ദമായി നടപ്പിലാക്കുകയായിരുന്നു. അവിടുന്ന് എല്ലാം കാണുന്നുണ്ടായിരുന്നു. റാഹേലിന്റെ കണ്ണുനീർ, ലേയായുടെ നിരാശ, അവരുടെ മത്സരങ്ങൾ. അതെ, 22-ാം വാക്യം അത് വ്യക്തമാക്കുന്നു. ദൈവം റാഹേലിനെ ഓർത്തു. ദൈവം അവളുടെ പ്രാർത്ഥന കേട്ടു, അവളുടെ ഗർഭപാത്രം തുറന്നു. ആ വാക്ക് ശ്രദ്ധേയമാണ്. ദൈവം ഓർത്തു. അതിനർത്ഥം ദൈവം അവളെ മറന്നുപോയിരുന്നു എന്നാണോ? അല്ല. അല്ല, മറിച്ച് ദൈവം പ്രവർത്തിക്കാൻ നിശ്ചയിച്ച സമയം വന്നു. അവിടുത്തെ കൃപയുടെ സമയമെത്തി. കൃത്യമായി. അവൾ എന്തെങ്കിലും പ്രത്യേക യോഗ്യത നേടിയതുകൊണ്ടല്ല, മറിച്ച് ദൈവത്തിന്റെ വാഗ്ദാനത്തോടും അവിടുത്തെ വലിയ കരുണയോടുമുള്ള വിശ്വസ്തത ഒന്നുകൊണ്ട് മാത്രമാണ് ദൈവം പ്രവർത്തിച്ചത്. അങ്ങനെ റാഹേൽ ഒരു മകനെ പ്രസവിച്ചു. അതെ, അവൾ അവന് എന്തു പേരിട്ടു? യോസേഫ്. യോസേഫ്. ഇതിന് രണ്ടർത്ഥങ്ങളുണ്ട് എന്ന് പറയാറുണ്ടല്ലേ? ഉണ്ട്. ഒന്ന്, നീക്കിക്കളഞ്ഞു എന്ന്. അവൾ പറയുന്നു, ദൈവം എന്റെ നിന്ന് നീക്കിക്കളഞ്ഞു. ആ വന്ധ്യതയുടെ വലിയ അപമാനം ദൈവം മാറ്റി. രണ്ടാമത്തെ അർത്ഥം? അത് കൂടുതൽ പ്രവചനാത്മകമാണ്. കൂട്ടിച്ചേർക്കും എന്നാണത്. യഹോവ എനിക്ക് മറ്റൊരു മകനെയും തരട്ടെ എന്നവൾ ആഗ്രഹിച്ചു. അതെ, അനുഗ്രഹം കിട്ടിയപ്പോൾ പോലും അവളുടെ ആഗ്രഹം അവിടെ തീരുന്നില്ല. അവൾ ഇനിയും ചോദിക്കുകയാണ്. ഒരു വശത്ത് നോക്കിയാൽ ഇത് അവളുടെ ആ മത്സരബുദ്ധിയുടെ ഒരു തുടർച്ചയായി കാണാൻ പറ്റുമോ? ഒരു പക്ഷേ. എന്നാൽ മറുവശത്ത് ആ പേരിൽ തന്നെ അവൻ കൂട്ടിച്ചേർക്കും വലിയൊരു ദൈവിക സത്യം ഒളിഞ്ഞിരിപ്പുണ്ട്. അതെന്താണ്? ദൈവത്തിന്റെ കൃപ ഒരിക്കലും അവസാനിക്കുന്നില്ല. അത് എപ്പോഴും വർദ്ധിച്ചുകൊണ്ടിരിക്കും. അത് വ്യക്തിപരമായ അനുഗ്രഹത്തിനപ്പുറത്തേക്ക് പോകുന്നു. ഒരു വലിയ വീണ്ടെടുപ്പിന്റെ കഥയിലേക്ക് അത് വിരൽ ചൂണ്ടുന്നുണ്ട്. യോസേഫിലൂടെ പിന്നീട് സംഭവിക്കാൻ പോകുന്ന ആ വലിയ രക്ഷയുടെ ഒരു മുന്നോടി പോലെ. കൃത്യമായി. ഇനി ഈ കുടുംബത്തിലെ മത്സരം അവിടെ തീരുന്നില്ല. അത് യാക്കോബിന്റെ തൊഴിലിടത്തിലേക്ക് കൂടി വ്യാപിക്കുകയാണ്. അമ്മായിയപ്പനായ ലാബാനുമായുള്ള ബന്ധത്തിലേക്ക്. അതെ, ഏകദേശം 20 വർഷത്തോളം യാക്കോബ് ലാബാനു വേണ്ടി കഷ്ടപ്പെട്ടു. പലതവണ ലാബാൻ വാക്കുമാറ്റി, യാക്കോബിന്റെ കൂലി മാറ്റി അവനെ വഞ്ചിച്ചു. ഇപ്പോൾ യാക്കോബിന് മതിയായി. അവനെ തിരികെ തന്റെ നാട്ടിലേക്ക്, തന്റെ വീട്ടിലേക്ക് പോകണം. പക്ഷേ ലാബാൻ അവനെ വിടാൻ ഒരുക്കമല്ല. കാരണം ലാബാൻ അറിയാം, യാക്കോബ് കാരണമാണ് ദൈവം തന്നെ അനുഗ്രഹിച്ചതെന്ന്. അതെ, അതുകൊണ്ട് ലാബാൻ ഒരു പുതിയ കൂലി നിശ്ചയിക്കാൻ യാക്കോബിനോട് ആവശ്യപ്പെടുന്നു. ഇവിടെയാണ് യാക്കോബ് ഒരു നിർദ്ദേശം വെക്കുന്നത്. കുറച്ച് വിചിത്രമായ ഒരു നിർദ്ദേശം. എന്താണത്? പുള്ളിയും വരയുമുള്ള സകല ആടുകളെയും, ചെമ്മരിയാടുകളിൽ കറുത്തതിനെയുമൊക്കെ കോലാടുകളിൽ നിന്ന് വേർതിരിക്കുക. അതെന്റെ പ്രതിഫലമായിരിക്കട്ടെ. ഒറ്റനോട്ടത്തിൽ കേട്ടാല് ഇത് ലാബാന് വളരെ ലാഭകരമായൊരു കരാറ് പോലെ തോന്നും. തീർച്ചയായും. കാരണം മിക്ക ആടുകളും വെളുത്തതായിരുന്നു. പുള്ളിയുള്ളതും വരയുള്ളതും കറുത്തതുമൊക്കെ വളരെ കുറവായിരുന്നു. അപ്പൊ ലാബാൻ സന്തോഷത്തോടെ സമ്മതിച്ചു. എന്നിട്ട് എന്തു ചെയ്തു? ഭയങ്കര തന്ത്രശാലിയാണ് ലാബാൻ. അങ്ങനെയുള്ള ആടുകളെ എല്ലാം വേർതിരിച്ച് തന്റെ മക്കളെ ഏൽപ്പിച്ച് യാക്കോബിൽ നിന്ന് 3 ദിവസത്തെ വഴി ദൂരേക്ക് മാറ്റി. യാക്കോബിന് ഒന്നും കിട്ടാതിരിക്കാൻ വേണ്ടി. അതെ, ഒരു മുൻകരുതൽ. എന്നാൽ യാക്കോബ് ഇവിടെ ഒരു പ്രത്യേക കാര്യം ചെയ്യുന്നുണ്ട്. അതാണ് ആ കൊമ്പുകളുടെ കാര്യം, അല്ലേ? അതെ, പുന്ന, ലൂസ്, അരിഞ്ഞിൽ എന്നീ മരങ്ങളുടെ പച്ചക്കൊമ്പുകളെടുത്ത് അതിന്റെ തൊലി ഉരിഞ്ഞ് വെള്ളവരകളുണ്ടാക്കി. എന്നിട്ട് ആടുകൾ വെള്ളം കുടിക്കാൻ വരുന്ന തൊട്ടികളുടെ മുൻപിൽ വച്ചു. ഒരുപക്ഷെ അക്കാലത്ത് ഒരു വിശ്വാസമുണ്ടായിരുന്നിരിക്കാം, ആടുകൾ ഈ കൊമ്പുകളെ നോക്കി ഇണചേർന്നാൽ പുള്ളിയും വരയുമുള്ള കുഞ്ഞുങ്ങളുണ്ടാകുമെന്ന്. യാക്കോബ് ഏറ്റവും ആരോഗ്യമുള്ള ആടുകൾ വരുമ്പോൾ മാത്രം ഇത് വെക്കുന്നു, ബലഹീനമായവയ്ക്ക് വെക്കുന്നില്ല. ഇത് വായിക്കുമ്പോൾ നമുക്കൊരു സംശയം തോന്നാം. ഇതെന്താണ്? യാക്കോബിന്റെ ഒരു തന്ത്രമാണോ? അതോ ഇതിൽ വല്ല ശാസ്ത്രീയ അടിത്തറയുമുണ്ടോ? അതോ ദൈവം നേരിട്ടിടപെട്ടതാണോ? തിരുവെഴുത്ത് അക്കാര്യത്തിൽ വ്യക്തമായി ഒന്നും പറയുന്നില്ല, അല്ലേ? ഇല്ല. ഒരു സാധ്യത, യാക്കോബ് അവന്റെ അറിവ് വെച്ച് ഒരു നാടൻ രീതി പ്രയോഗിച്ചു. ദൈവം ആ പ്രവൃത്തിയെ അവന്റെ നന്മയ്ക്കായി ഉപയോഗിച്ചു. കാരണം അടുത്ത അധ്യായത്തിൽ 31-ൽ യാക്കോബ് തന്നെ അത് പറയുന്നുണ്ട്. അതെ, യാക്കോബ് പറയുന്നുണ്ട്, ഒരു സ്വപ്നത്തിൽ ദൈവദൂതൻ അവനോട് ഇണചേർന്ന മുട്ടാടുകളൊക്കെ വരയും പുള്ളിയുമുള്ളവയാണെന്ന് കാണിച്ചു കൊടുത്തുവെന്ന്. ലാബാൻ തന്നോട് ചെയ്യുന്ന ദോഷം ദൈവം കണ്ടതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് എന്നും പറയുന്നുണ്ട്. അപ്പൊ അതാണ് പ്രധാനം.
യാക്കോബിന്റെ തന്ത്രത്തിനോ ആ മരക്കൊമ്പിനോ അല്ല ശക്തി. അല്ല, പിന്നിൽ പ്രവർത്തിച്ചത് ദൈവത്തിന്റെ വിശ്വസ്തതയാണ്. യാക്കോബിനോടുള്ള ദൈവത്തിന്റെ കരുണയാണ്. ലാബാന്റെ വഞ്ചനയിൽ നിന്ന് ദൈവം യാക്കോബിനെ വിടുവിക്കുകയായിരുന്നു. അതിന്റെ ഫലമെന്തായിരുന്നു? യാക്കോബിന്റെ ആട്ടിൻകൂട്ടം ശരിക്കും അസാധാരണമായി വർദ്ധിച്ചു. അവൻ വലിയ ധനവാനായി. വാക്യം പറയുന്നു, ആ മനുഷ്യൻ ഏറ്റവും വർദ്ധിച്ചു ധനവാനായിത്തീർന്നു. അവന് വളരെ ആടുകളും ദാസിദാസന്മാരും ഒട്ടകങ്ങളും കഴുതുകളും ഉണ്ടായി. ഈ വർധനവ്, ഈ സമ്പത്ത് ലാബാന്റെ മക്കളുടെ കണ്ണിലെ കരടായി മാറി. അവരുടെ അസൂയയ്ക്ക് കാരണമായി. അതെ, അവർ പിറുപിറുക്കാൻ തുടങ്ങി. യാക്കോബ് നമ്മുടെ അപ്പനുള്ളതൊക്കെയും അപഹരിച്ചു. നമ്മുടെ അപ്പനുള്ളതുകൊണ്ട് ഈ ധനമൊക്കെയും ഉണ്ടാക്കിയിരിക്കുന്നു. ലാബാന്റെ മുഖഭാവവും മാറി. യാക്കോബിനോടുള്ള പെരുമാറ്റത്തിൽ ആ പഴയ പ്രസന്നതയൊക്കെ പോയി. കാരണം വഞ്ചിക്കപ്പെട്ടവൻ ഇപ്പോൾ ശക്തനായിരിക്കുന്നു. അത് വഞ്ചകന് സഹിക്കാൻ പറ്റുന്നില്ല. പക്ഷേ ഇതിന്റെയെല്ലാം പിന്നിലെ യഥാർത്ഥ കാരണമെന്താണ്? യാക്കോബിന്റെ കൊമ്പോ തന്ത്രമോ അല്ല. അല്ല, 31-ാം അധ്യായത്തില് യാക്കോബ് പറയുന്നത് പോലെ ദൈവം അവനോട് നേരിട്ട് സംസാരിച്ചു. എന്താണ് പറഞ്ഞത്? നീ തലപൊക്കി നോക്കുക. ആടുകളോട് ഇണചേരുന്ന മുട്ടാടുകളൊക്കെയും വരയും പുള്ളിയും പല നിറവുമുള്ളവയല്ലോ. ലാബാൻ നിന്നോട് ചെയ്യുന്നതൊക്കെയും ഞാൻ കണ്ടിരിക്കുന്നു. എന്നിട്ട് ദൈവം തുടർന്നു, നീ തൂണിന് അഭിഷേകം ചെയ്യുകയും എന്നോടൊരു നേർച്ച നേർക്കുകയും ചെയ്ത ബേതേലിലെ ദൈവമാകുന്നു ഞാൻ. നീ എഴുന്നേറ്റ് ഈ ദേശം വിട്ട് നിന്റെ സ്വന്തം ദേശത്തേക്ക് മടങ്ങിപ്പോക. ആ, ബേതേലിലെ ദൈവം വർഷങ്ങൾക്ക് മുൻപ് ഏശാവിനെ പേടിച്ച് ഓടിപ്പോകുമ്പോൾ. അതെ, ആ കല്ല് തലയിണയായി വെച്ച് കിടന്നുറങ്ങിയ യാക്കോബിന് ദൈവം ഒരു ദർശനം കൊടുത്തു. ഭൂമിയിൽ നിന്ന് സ്വർഗത്തോളം എത്തുന്നൊരു ഗോവണി. ദൂതന്മാർ കയറുകയും ഇറങ്ങുകയും ചെയ്യുന്നു. അവിടെ വെച്ചാണ് ദൈവം യാക്കോബിന് വാഗ്ദാനം നൽകിയത്. ഞാൻ നിന്നോടുകൂടെയുണ്ട്. നീ പോകുന്നിടത്തൊക്കെയും നിന്നെ കാത്ത് ഈ രാജ്യത്തേക്ക് തന്നെ മടക്കി വരുത്തും. ഉൽപ്പത്തി 28:15. അതെ, വാഗ്ദാനമാണ് ദൈവം ഇപ്പോൾ നിറവേറ്റാൻ പോകുന്നത്. അതെ, യാക്കോബിന്റെ തന്ത്രം കൊണ്ടല്ല, ദൈവത്തിന്റെ വാഗ്ദത്തം അവന്റെ ജീവിതത്തിൽ നിറവേറണം. അബ്രഹാമിനോടുള്ള വാഗ്ദത്തം യാക്കോബിലൂടെ അവന്റെ മക്കളിലൂടെ മുന്നോട്ടു പോകണം. അതിനാണ് ദൈവം അവനെ സമ്പന്നനാക്കിയതും ഇപ്പോൾ മടങ്ങിപ്പോകാൻ പറയുന്നതും. ഈ അധ്യായം തീരുമ്പോൾ യാക്കോബിന് 11 മക്കളുണ്ട്. 11 പുത്രന്മാർ. ലേയയുടെ 6 മക്കൾ: റൂബേൻ, ശിമയോൻ, ലേവി, യഹൂദ, ഇസ്സാക്കാർ, സെബുലൂൻ. പിന്നെ ദാസിമാരുടെ മക്കൾ: ബിൽഹയുടെ 2 പേർ, ഡാൻ, നഫ്താലി. സിൽപ്പയുടെ 2 പേർ, ഗാദ്, ആഷേർ. ഒടുവിൽ രാഹേലിന്റെ സ്വന്തം മകൻ യോസേഫ്. ഇവർ വെറും പേരുകളല്ല. ഇവരാണ് പിന്നീട് ഇസ്രായേലിന്റെ 12 ഗോത്രപിതാക്കന്മാരായി മാറുന്നത്. യോസേഫിനു പകരം അവന്റെ മക്കളായ എഫ്രൈമും മനശ്ശെയുമാണ് പിന്നീട് ഗോത്രങ്ങളായി കണക്കാക്കപ്പെടുന്നത്. ഓരോ മകന്റെ ജനനത്തിന് പിന്നിലും ആ കുടുംബത്തിലെ സംഘർഷങ്ങളുടെ കഥയുമുണ്ട്. അതോടൊപ്പം ദൈവത്തിന്റെ ഇടപെടലിന്റെയും കഥയുണ്ട്. ശരിയാണ്. റൂബേൻ അവന്റെ അമ്മ ലേയയ്ക്കു വേണ്ടി കൊണ്ടുവന്ന ആ ദൂതായിപ്പഴം, മാൻഡ്രേക്സ്, പ്രത്യുത്പാദനശേഷി കൂട്ടുമെന്ന് വിശ്വസിച്ചിരുന്ന ഒരു ചെടി. അതെ, അതുപോലും സഹോദരന്മാർ തമ്മിലുള്ള മത്സരത്തിന് കാരണമായി മാറുകയാണ്. റാഹേൽ അത് ചോദിക്കുന്നു, ലേയ അത് കൊടുക്കാൻ ഒരു വിലപേശൽ നടത്തുന്നു. യാക്കോബിനോടൊപ്പം ഒരു രാത്രി ചിലവഴിക്കാൻ അവസരം. മനുഷ്യബന്ധങ്ങൾ എത്ര സങ്കീർണവും ചിലപ്പോൾ സ്വാർത്ഥവുമാകാമെന്നത് കാണിക്കുന്നു. തീർച്ചയായും. എന്നാൽ ഈ ദൗർബല്യങ്ങൾക്കിടയിലും ദൈവം തന്റെ വലിയ പദ്ധതിയുമായി മുന്നോട്ടു പോകുന്നു. അതെ, ലേയ പ്രസവിച്ച യഹൂദ, ആ വംശാവലിയിലൂടെയാണ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു, യഹൂദ ഗോത്രത്തിലെ സിംഹം വരുന്നത്. എത്ര അത്ഭുതകരം! അതുപോലെ റാഹേലിന്റെ മകൻ യോസേഫ്, ഏറെ നാളത്തെ കാത്തിരിപ്പിനൊടുവിൽ ജനിച്ചവൻ. പിന്നീട് സഹോദരന്മാരവനെ വിൽക്കുന്നു. പക്ഷേ ദൈവം അവനെ ഉയർത്തുന്നു. ഒരു ജനതയെ മുഴുവൻ ക്ഷാമത്തിൽ നിന്ന് രക്ഷിക്കുന്ന ഒരു വലിയ നേതാവാക്കി മാറ്റുന്നു. അവൻ ക്രിസ്തുവിന്റെ എത്ര മനോഹരമായൊരു മുൻനിഴലാണ്. ഇനി ആ ദാസിമാരുടെ മക്കളുടെ കാര്യമോ? ദാൻ, നഫ്താലി, ഗാദ്, ആഷർ. ഒരു തരത്തിൽ പറഞ്ഞാൽ അവർക്കൊരു 2ാം സ്ഥാനം പോലെ ആയിരുന്നില്ല ആ കുടുംബത്തില്. ഒരുപക്ഷേ. എന്നാൽ അവരും ദൈവത്തിന്റെ തെരഞ്ഞെടുക്കപ്പെട്ട ജനത്തിന്റെ ഭാഗമായി. ആ 12 ഗോത്രങ്ങളിൽ അവരും ഉൾപ്പെട്ടു. ഇത് നമ്മോട് എന്താണ് പറയുന്നത്? ദൈവം ആരെയും തള്ളിക്കളയുന്നില്ല. ഇല്ല. സാമൂഹ്യമായി പിന്നോക്കം നിൽക്കുന്നവരാകാം, ഒരുപക്ഷെ അംഗീകാരമില്ലാത്ത ബന്ധങ്ങളിൽ നിന്ന് ജനിച്ചവരാകാം. അവരെല്ലാം ദൈവത്തിന്റെ വലിയ പദ്ധതിയുടെ ഭാഗമാണ്. ദൈവം ഈ തകർന്ന കലഹം നിറഞ്ഞ കുടുംബത്തിൽ നിന്ന് അവരുടെ പ്രശ്നങ്ങളെയെല്ലാം അവഗണിച്ചിട്ടല്ല, ആ പ്രശ്നങ്ങളിലൂടെ തന്നെ, അതെ, ആ പ്രശ്നങ്ങളിലൂടെ തന്നെ ഒരു വിശുദ്ധ ജനതയെ രൂപപ്പെടുത്തുകയായിരുന്നു. ശരിക്കും
ഈ ഉൽപ്പത്തി 30-ാം അധ്യായം നമുക്ക് മുൻപിൽ പിടിച്ചൊരു കണ്ണാടി പോലെയാണല്ലേ? വളരെ ശരിയാണ്. നമ്മുടെയൊക്കെ ജീവിതത്തിലെ പല കാര്യങ്ങളും ഇതിൽ പ്രതിഫലിക്കുന്നുണ്ട്. മത്സരങ്ങൾ, താരതമ്യങ്ങൾ. മറ്റൊരാൾക്ക് ഒരു ഉയർച്ചയുണ്ടാകുമ്പോൾ, അല്ലെങ്കിൽ അവരുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുമ്പോൾ എന്തുകൊണ്ട് എനിക്കില്ല എന്ന് നമ്മളും ചിലപ്പോഴെങ്കിലും ചിന്തിച്ചു പോകാറില്ലേ? ഉണ്ട്, തീർച്ചയായും ഉണ്ട്. ഒരുപക്ഷെ ജോലിസ്ഥലത്ത് സഹപ്രവർത്തകന് കിട്ടുന്ന പ്രമോഷൻ കാണുമ്പോൾ, അല്ലെങ്കിൽ കൂട്ടുകാരുടെ മക്കളുടെ വലിയ നേട്ടങ്ങൾ കേൾക്കുമ്പോൾ, സോഷ്യൽ മീഡിയയിൽ കാണുന്ന മറ്റുള്ളവരുടെ തികഞ്ഞ ജീവിത ചിത്രങ്ങൾ കാണുമ്പോൾ നമ്മുടെ ഉള്ളിലും ഒരു റാഹേലോ ഒരു ലേയോ ഉണർന്നേക്കാം. റാഹേലിനെ പോലെ ദൈവത്തിന്റെ അനുഗ്രഹങ്ങൾ നമ്മുടെ സ്വന്തം തന്ത്രം കൊണ്ട് പിടിച്ചുവാങ്ങാൻ നമ്മളും ശ്രമിച്ചേക്കാം. അല്ലെങ്കിൽ ലേയെപ്പോലെ ലോകത്തിന്റെ അംഗീകാരം നേടാനായി നേട്ടങ്ങൾക്ക് പിന്നാലെ ഓടിയേക്കാം. കൂടുതൽ പണം, വലിയ വീട്, പുതിയ കാർ, സോഷ്യൽ മീഡിയയിലെ ലൈക്കുകൾ, ഇതൊക്കെ നമുക്ക് വില നൽകുമെന്ന് നമ്മൾ തെറ്റിദ്ധരിച്ചേക്കാം. എന്നാൽ ഈ അധ്യായം നമ്മെ പഠിപ്പിക്കുന്ന വലിയ പാഠമെന്താണ്? ദൈവം നമ്മെ കാണുന്നത് നമ്മുടെ നേട്ടങ്ങളുടെ അടിസ്ഥാനത്തിലല്ല, നമ്മുടെ പ്രയത്നങ്ങളുടെ കണക്കെടുത്തിട്ടുമല്ല, മറിച്ച് നമ്മുടെ ഹൃദയത്തിന്റെ അവസ്ഥയാണ് അവിടുന്ന് നോക്കുന്നത്. അതെ, അവിടുന്ന് റാഹേലിന്റെ കണ്ണുനീർ കണ്ടു, ലേയയുടെ വേദന അറിഞ്ഞു. അവരുടെ തന്ത്രങ്ങളെയും മത്സരങ്ങളെയും അവിടുന്ന് തള്ളിക്കളഞ്ഞില്ല. പകരം തന്റെ വലിയ പദ്ധതിയിലേക്ക് അതിനെയെല്ലാം തിരിച്ചുവിട്ടു. ദൈവം റാഹേലിനെ ഓർത്തു, ലേയയെ മക്കളാൽ മാനിച്ചു, യാക്കോബിന്റെ തന്ത്രങ്ങളെപ്പോലും അവന്റെ അനുഗ്രഹത്തിനായി ഉപയോഗിച്ചു. ഇതിന്റെ അർത്ഥം എന്താണ്? ദൈവത്തിന്റെ വാഗ്ദാനങ്ങളും അവിടുത്തെ അനുഗ്രഹങ്ങളും നമ്മുടെ പൂർണ്ണതയെയോ നമ്മുടെ യോഗ്യതയെയോ ആശ്രയിച്ചല്ല നിൽക്കുന്നത്. അത് പൂർണ്ണമായും അവിടുത്തെ വിശ്വസ്തതയെയും കൃപയെയും മാത്രം ആശ്രയിച്ചാണ്. നമ്മുടെ ജീവിതത്തിലെ മത്സരങ്ങളെ ഒരുപക്ഷെ ദൈവം നമ്മെ താഴ്മ പഠിപ്പിക്കാൻ ഉപയോഗിക്കുന്നുണ്ടാവാം. ഉത്തരം കിട്ടാത്ത പ്രാർത്ഥനകളുടെ കാലങ്ങളെ, വന്ധ്യതയുടെ അനുഭവങ്ങളെ നമ്മെ പൂർണ്ണമായി ദൈവത്തിൽ ആശ്രയിക്കാൻ പഠിപ്പിക്കാൻ ഉപയോഗിക്കുന്നുണ്ടാവാം. നമ്മുടെ സ്വന്തം തന്ത്രങ്ങളൊക്കെ പരാജയപ്പെടുമ്പോൾ നമ്മുടെ ഹൃദയത്തിലെ യഥാർത്ഥ വിഗ്രഹങ്ങൾ, അത് പണമാകാം, സ്ഥാനമാനങ്ങളാകാം, അംഗീകാരമാകാം, അതൊക്കെ വെളിപ്പെടാനും, കർത്താവേ, എനിക്ക് ശരിക്കും ആവശ്യമുള്ളത് തരാൻ അങ്ങേക്ക് മാത്രമേ കഴിയൂ എന്ന് ഏറ്റുപറയാൻ നമ്മെ സഹായിക്കാനും ദൈവം ആ സാഹചര്യങ്ങളെ ഉപയോഗിച്ചേക്കാം. ലോകം എപ്പോഴും നമ്മുടെ ഔട്ട്പുട്ട് നോക്കിയാണ് നമ്മളെ വിലയിരുത്തുന്നത്, അല്ലേ? നമ്മൾ എന്തു നേടി, എന്തുണ്ടാക്കി, എത്ര വലുതായി എന്നൊക്കെ. അതെ, പക്ഷേ ഉൽപ്പത്തി 30 നമ്മോടൊരു വിപരീത സത്യം വിളിച്ചു പറയുന്നു. അതെന്താണ്? നിങ്ങളുടെ യഥാർത്ഥ മൂല്യം നിങ്ങൾ എന്ത് ചെയ്യുന്നു എന്നതിലല്ല, നിങ്ങൾ ആരുടേതാണെന്നതിലാണ്. നിങ്ങൾ ദൈവത്തിന്റെ പ്രിയപ്പെട്ട മകനാണ്, മകളാണ്. അതാണ് ഏറ്റവും വലിയ സത്യം. റാഹേലിന്റെ അടഞ്ഞ ഗർഭപാത്രം തുറന്ന ദൈവം ഇന്നും നമ്മുടെ ജീവിതത്തിലെ അടഞ്ഞുകിടക്കുന്ന വാതിലുകൾ തുറക്കാൻ ശക്തനാണ്. സാമ്പത്തിക ഞെരുക്കത്തിൽ നിന്നുള്ള വിടുതലാകാം, തകർന്നുപോയ ബന്ധങ്ങളുടെ പുനഃസ്ഥാപനമാകാം, അല്ലെങ്കിൽ ആത്മീയമായ ഒരു പുതിയ ഉണർവാകാം. യാക്കോബിന്റെ ആ കുറഞ്ഞ ആടുകളെ വർദ്ധിപ്പിച്ച് അവനെ അനുഗ്രഹിച്ച അതേ ദൈവം നമ്മുടെ കുറവുകളുടെയും കാത്തിരിപ്പിന്റെയും മരുഭൂമിയിൽ അവിടുത്തെ കൃപയും കരുതലും വർദ്ധിപ്പിക്കാൻ വിശ്വസ്തനാണ്. യാക്കോബിന്റെ ആ ജീവിതയാത്ര ഒന്നുകൂടി ഓർത്തുനോക്കൂ. വഞ്ചനയിൽ നിന്നും ഭയത്തിൽ നിന്നും തുടങ്ങിയ യാത്രയാണ്. മത്സരങ്ങളുടെയും മനുഷ്യന്റെ തന്ത്രങ്ങളുടെയും നടുവിലൂടെ കടന്നുപോയി. എന്നാൽ അവസാനമത് എവിടേക്കാണ് എത്തുന്നത്? ദൈവത്തിന്റെ വാഗ്ദാനത്തിലേക്ക്, അനുഗ്രഹത്തിലേക്ക്, വീണ്ടെടുപ്പിലേക്ക്. ദൈവം നമ്മുടെ ജീവിതത്തിലെ പരീക്ഷണങ്ങളെയും വേദനകളെയും പോലും അവിടുത്തെ മഹത്വത്തിനായുള്ള വലിയ സാക്ഷ്യങ്ങളാക്കി മാറ്റാൻ കഴിവുള്ളവനാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ദൈവം നിങ്ങളെ മറന്നുപോയെന്ന് ഒരിക്കലും കരുതരുത്. നിങ്ങളുടെ കഥ ദൈവം എഴുതി തീർന്നിട്ടില്ല. നിങ്ങൾ കാത്തിരിക്കുന്ന ആ യോസഫ്, ആ കൂട്ടിച്ചേർക്കൽ ഒരുപക്ഷെ വരാനിരിക്കുന്നതേ ഉള്ളൂ. അതെ, അതൊരു കുഞ്ഞാകാം, ജോലിയിലെ ഒരു ഉയർച്ചയാകാം, ഒരു ശുശ്രൂഷയിലെ പുതിയ വിളിയാകാം, രോഗസൗഖ്യമാകാം, അല്ലെങ്കിൽ വിശ്വാസത്തിൽ കൂടുതൽ ആഴപ്പെടുന്ന ഒരു അനുഭവമാകാം. എന്ത് തന്നെയായാലും ദൈവം കൂട്ടിച്ചേർക്കുന്നത് നമ്മുടെ സ്വന്തം പേരിനും പെരുമയ്ക്കുമല്ല. അല്ല, മറിച്ച് നമ്മുടെയൊക്കെ തകർന്ന ജീവിതങ്ങളെക്കൊണ്ട് തന്റെ സഭയാകുന്ന വലിയ മന്ദിരം പണിയുന്ന നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ മഹത്വത്തിനായിരിക്കും. നമുക്കൊരു നിമിഷം ഒരുമിച്ച് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, ഞങ്ങളുടെ ജീവിതത്തിലെ ഫലമില്ലാത്ത, ശൂന്യമെന്ന് ഞങ്ങൾക്ക് തോന്നുന്ന ഇടങ്ങളിലേക്ക് അങ്ങ് കടന്നു വരേണമേ. വൈകുന്ന സ്വപ്നങ്ങളെ ഓർത്ത് വേദനിക്കുന്ന ഹൃദയങ്ങളെ, താരതമ്യത്തിന്റെ ഭാരത്താൽ ഞെരുങ്ങുന്ന മനസ്സുകളെ, ഉത്തരം കിട്ടാത്ത പ്രാർത്ഥനകളെ ഓർത്ത് നിരാശപ്പെടുന്ന ഞങ്ങളുടെ ആത്മാക്കളെ അങ്ങ് കാണുന്നുവല്ലോ. കർത്താവെ, ഞങ്ങളോട് കരുണ തോന്നണമേ. ഞങ്ങളുടെ സ്വന്തം ശക്തി കൊണ്ടും തന്ത്രങ്ങൾ കൊണ്ടും അങ്ങയുടെ അനുഗ്രഹങ്ങൾ പിടിച്ചുവാങ്ങാൻ ഞങ്ങൾ ശ്രമിച്ചു പോയതിനെ ഓർത്ത് ഞങ്ങൾ ഖേദിക്കുന്നു പിതാവേ.
ലോകത്തിൻ്റെ അളവുകോലുകൾ വച്ച് ഞങ്ങളുടെയും മറ്റുള്ളവരുടെയും മൂല്യം അളന്നതിനും മറ്റുള്ളവർക്ക് കിട്ടിയ അനുഗ്രഹങ്ങളിൽ അസൂയപ്പെട്ടതിനും അങ്ങയുടെ സമയത്തിനായി കാത്തിരിക്കാതെ ഞങ്ങൾ അക്ഷമരായതിനും കർത്താവെ ഞങ്ങളോട് ക്ഷമിക്കണമേ. അങ്ങ് റാഹേലിന്റെ കണ്ണുനീർ കണ്ടല്ലോ, അവളെ ഓർത്തല്ലോ. അതിനായി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ലേയായുടെ വേദനയെ അങ്ങ് മക്കളാൽ ആദരിച്ചതിനും നന്ദി. യാക്കോബിന്റെ കുറവുകളെപ്പോലും അങ്ങയുടെ വലിയ പദ്ധതിക്കായി ഉപയോഗിച്ചതിനും ഞങ്ങൾ നന്ദി പറയുന്നു പിതാവേ. ഞങ്ങളുടെ ഭൂതകാലത്തിലെ തെറ്റുകളോ ഇപ്പോഴത്തെ ബലഹീനതകളോ ഞങ്ങളെ അങ്ങയുടെ സ്നേഹത്തിൽ നിന്നോ അങ്ങയുടെ വാഗ്ദാനങ്ങളിൽ നിന്നോ അയോഗ്യരാക്കുന്നില്ലെന്ന് ഞങ്ങളെ വീണ്ടും ഓർമ്മിപ്പിക്കണമേ. ഞങ്ങൾ മത്സരിക്കുന്ന ഇടങ്ങളിൽ സമർപ്പണത്തിൻ്റെ ആത്മാവിനെ ഞങ്ങൾക്ക് നൽകണമേ. നമ്മുടെ ജീവിതം ഞങ്ങളുടെ സ്വന്തം നേട്ടങ്ങളുടെ സ്മാരകങ്ങളായിട്ടല്ല, മറിച്ച് അങ്ങയുടെ അളവറ്റ കൃപയുടെയും അങ്ങയുടെ വിശ്വസ്തതയുടെയും യാഗപീഠങ്ങളായി തീരണമേ. ഞങ്ങൾ കാത്തിരിക്കുമ്പോൾ അതെന്തിനു വേണ്ടിയാണെങ്കിലും, ഒരു കുഞ്ഞിനു വേണ്ടിയോ, ഒരു ജീവിത പങ്കാളിക്കു വേണ്ടിയോ, രോഗസൗഖ്യത്തിനു വേണ്ടിയോ, ഒരു ഭവനത്തിനു വേണ്ടിയോ, ശുശ്രൂഷയിലൊരു മുന്നേറ്റത്തിനു വേണ്ടിയോ, എന്തുതന്നെയായാലും ലേയോടൊപ്പം ഞങ്ങളുടെ ഹൃദയത്തിൽ പറയാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. ഇപ്രാവശ്യം ഞാൻ യഹോവയെ സ്തുതിക്കും. കാരണം ഞങ്ങളുടെ മത്സരങ്ങൾക്കും കുറവുകൾക്കും നടുവിലും അങ്ങൊരു വീണ്ടെടുപ്പിന്റെ മനോഹരമായ കഥയെഴുതുന്നു എന്ന് ഞങ്ങൾ പൂർണ്ണമായി വിശ്വസിക്കുന്നു. ഞങ്ങളെ രക്ഷിക്കാനായി സ്വയം വിൽക്കപ്പെടുകയും സഹിക്കുകയും എന്നാൽ മരണത്തെ ജയിച്ചു ഉയിർത്തെഴുന്നേറ്റ് ഞങ്ങൾക്ക് നിത്യജീവന്റെ പ്രത്യാശ നൽകുകയും ചെയ്ത ഞങ്ങളുടെ യഥാർത്ഥ യോസേഫായ ഞങ്ങളുടെ കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിന്റെ ധന്യനാമത്തിൽ തന്നെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആമേൻ. ആമേൻ. ഇന്നത്തെ ഈ ബൈബിൾ പഠനത്തിൽ ഞങ്ങളോടൊപ്പം പങ്കുചേർന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ നന്ദി. ഉൽപ്പത്തി 30-ാം അധ്യായത്തിലെ ഈ ചിന്തകൾ നിങ്ങളുടെയൊക്കെ ജീവിതത്തിൽ പ്രോത്സാഹനവും ഒരുപക്ഷെ ചില വെല്ലുവിളികളും നൽകി എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഈ പഠനത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങളെ അറിയിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങൾക്ക് soulfulscriptureseveryday@gmail.com എന്ന ഇമെയിൽ വിലാസത്തിൽ എഴുതാവുന്നതാണ്. അതെ, നിങ്ങളുടെ പ്രതികരണങ്ങൾ കേൾക്കാൻ ഞങ്ങൾക്ക് സന്തോഷമേ ഉള്ളൂ. അത് ഞങ്ങൾക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മുടെ ഈ ബൈബിൾ പഠന പരമ്പര എല്ലാ ഞായറാഴ്ചകളിലും നിങ്ങളിലേക്ക് എത്തുന്നതായിരിക്കും. അടുത്ത ആഴ്ച ഉൽപ്പത്തി പുസ്തകത്തിലെ പുതിയൊരു അധ്യായത്തിന്റെ പഠനവുമായി ഞങ്ങൾ വീണ്ടും വരാം. അതുവരെ നിങ്ങൾക്ക് ഏവർക്കും ഞങ്ങളുടെ പ്രാർത്ഥനയും സ്നേഹവും കർത്താവിന്റെ സമാധാനവും സംരക്ഷണവും കൂടെയുണ്ടാകട്ടെ. ദൈവം നിങ്ങളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.